ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ്. അപ്പം വെള്ളിയാഴ്ച ഒരു നോർമൽ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്മാൻ്റെ വീട്ടിൽ ചെടികൾ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെടികളുടെ പേരൊന്നും അറിയില്ല. എന്താ പറയുക, പേരൊന്നും അറിയാണ്ടെങ്കിൽ കുറേ ചെടിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ആ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. ഫസ്റ്റ് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 12-13 ഇല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 5-6 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 7 ഇല്ലി പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ചിക്കൻ എടുക്കുക. അങ്ങനെ ചിക്കൻ എടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, പിന്നെ ഇതിലേക്ക് പെരുംജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂണോളം അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം കടലപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതൊക്കെ ചേർത്ത ശേഷം ഇതിലേക്ക് അല്പം വെള്ളം കൂടി കുടഞ്ഞിട്ട് ഇത് കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ യോജിപ്പിച്ച ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ 2 മണിക്കൂർ 1 മണിക്കൂറായിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക. അത് ഓരോരുത്തരുടെ ടൈമിനനുസരിച്ചിട്ട് വെക്കുക. അപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം ചിക്കന് പിന്നെ ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഒരുമിച്ചിട്ട് തന്നെയാണ് ചിക്കൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടിവശമൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ തിരിച്ചിട്ട് കൊടുക്കുക. മുകൾ ഭാഗവും കുക്കായി വരാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 വശവും കുക്കായ ശേഷം ചിക്കൻ ഫുള്ളായിട്ടൊന്ന് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്ത ഈ എണ്ണയിൽ തന്നെ പിന്നെ ആവശ്യമുള്ള സവാള ചേർത്ത് കൊടുക്കുക. സവാള ഞാൻ നല്ല തരിതരിയായിട്ട് കട്ട് ചെയ്താണ്, നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് വരെ ഇതൊന്ന് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കും. എന്നിട്ട് 10 മിനിറ്റിന് ശേഷം ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തതുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റോളം ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക. 2 മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ട് തക്കാളിയൊക്കെ നല്ലോണം എന്താ പറയുക ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 3-4 പീസ് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ്റെ ആ ഫ്ലേവറൊക്കെ ഈ മസാലയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് പെപ്പർ പൗഡർ, പിന്നെ ഒരു പിടി മല്ലിയില, അതുപോലെ തന്നെ പുതിന ഇലയും, പിന്നെ ഒരു 1/2 മുറി ലെമണും കൂടി ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക. പിന്നെ ഈ ഒരു ബിരിയാണി ഞാൻ ചിക്കൻ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു 3 പീസ് ചേർത്ത് കൊടുത്തത്. അങ്ങനെ ഇതൊക്കെ ചേർത്ത ശേഷം ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ ഇതൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് അടച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊന്ന് തുറന്നൊക്കെ നോക്കണേ. അപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ കുക്കായി വന്ന ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് പിന്നെ അടുത്തത് റൈസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ റൈസ് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോയിൽ റൈസ് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു. അപ്പോൾ വീണ്ടും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ പിന്നെ താഴെയുള്ള വീഡിയോ ഒക്കെ പോയി നോക്കുക കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. അതായത് 1.5 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് അരി കണക്കാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എടുക്കാറ്. അപ്പോൾ അടിക്ക് പോലും പിടിച്ചിട്ടുമില്ല. അതും ഞാൻ ഈ ഒരു എന്താ പറയുക വട്ടച്ചെമ്പില്ലേ, അതിലാണ് ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ. 1.5 ഗ്ലാസ് വെള്ളത്തിന്
1 ഗ്ലാസ് അരി എടുത്താൽ മതി. കറക്റ്റ് വേവാണ്. അപ്പോൾ റൈസ് വേവിക്കുന്ന കാര്യം പറഞ്ഞു. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ റൈസും മസാലയൊക്കെ ദമ്മിടലാണ്. അപ്പോൾ പകുതി റൈസ് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, വേറൊരു കോപ്പയിലേക്ക്. എന്നിട്ട് പിന്നെ പകുതി റൈസിൽ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഗരം മസാലപ്പൊടിയും ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ബാക്കി വരുന്ന ഫുൾ മസാലയും പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊക്കെ ലെവലാക്കിയ ശേഷം ബാക്കി വരുന്ന ഫുൾ റൈസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഞാൻ പിന്നെ കുറച്ചധികം ഉണ്ടാക്കുന്നതാണ്, രാത്രിയേക്കും കൂടി എടുക്കുക എന്ന ആ ഒരു ഉദ്ദേശത്തിൽ. അങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ആദ്യം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ പുല്ലിയിലാന്ന് പറയുന്നത്, സോറി, മല്ലിയിലയും പുതിനയിലയും ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. പിന്നെ പൊരിച്ച ഉള്ളി, പൊരിച്ച അണ്ടി, മുന്തിരിയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണേ. ഞാൻ പിന്നെ അതൊക്കെ നൈസോർ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുത്തുകൊണ്ടാണ് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് ഇതെന്ത് ചെയ്യേണ്ട, ലോ ഫ്ലെയിമിൽ ഒരു 10 to 15 മിനിറ്റ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഓക്കെ, 15 മിനിറ്റ് വരെയാണ് ഞാൻ ദമ്മിട്ടത്. എന്നിട്ട് പിന്നെ ഇതാ നമ്മൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ ഇതാ കഴിക്കാൻ പോയെന്ന്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കട്ടെ. ഞാൻ പിന്നെ മസാല ഉണ്ടാക്കിയ ഒരു കോപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ തന്നെ ഞാൻ കഴിക്കുന്നത്. ആക്രാന്തം കൊണ്ടല്ല, ഇതിൽ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെന്ന് വെച്ചാൽ അപ്പോൾ ഇതൊക്കെയാണ് റെസിപ്പീൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഉച്ചക്ക് നല്ലോണം ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് വിശ്രമിച്ചിട്ട് പിന്നെ ഇതാ എൻ്റെ ആമാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്, ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ. അപ്പം ഈ ഒരു വീട് വരുന്നത് വാരം വല്യന്നൂർ എടൽപ്പിടിക എന്ന് പറയും. റോഡ് സൈഡ് തന്നെയാണ് വീട്. അപ്പോൾ ഇതൊക്കെ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്, മാഷാ അല്ലാ. അപ്പം കണ്ണൂർ ഈ ഭാഗത്തൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ അല്ല, അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു തന്നത്. അപ്പം ചെറിയ വിലയുള്ളൂ, പിന്നെ വളം എല്ലാം ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ണൂരുള്ള ഒരു വക ആൾക്കാർക്കൊക്കെ മനസ്സിലാകും. കാരണം എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് വരുന്ന കൂടാളി, പിന്നെ എന്താ പറയുക, ചെക്കിക്കുളം, ആ ഏരിയയിലൊക്കെ വരുന്നവർക്ക് ഏകദേശം മനസ്സിലാവും. കണ്ണൂരുള്ളവർക്ക് ആണ് പറയുന്നത്. പിന്നെയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വില കുറവാണ്, എല്ലാ ചെടികളും ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ചെടികളുടെ പേരൊന്നും അറിയില്ല കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് ചെടിൻ്റെ ഭ്രാന്ത് അങ്ങനെ ഇല്ല. പിന്നെ ഇപ്പം വീട്ടിലേക്ക് കുറച്ച് അത്യാവശ്യം ചെടികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നതാണ്. ആദ്യം ഞാനൊരു 3-4 ചെടി ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 4-5 മാസമായി. ഇപ്പോൾ അത് കൊണ്ടുപോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഇവിടുന്ന് തന്നെ വാങ്ങുന്നത്. പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ ആമയല്ലേ. പിന്നെയെന്ന് വെച്ചാൽ ഇതാ നല്ല ചെടിൻ്റെ ചട്ടികളൊക്കെ ഉണ്ട്, നല്ല വില കുറവാണ്. ഇതിനൊക്കെ ഏകദേശം ഒരു 40 രൂപയേ ഉള്ളൂ. കണ്ട, നല്ല ചെടിയാണ്. പിന്നെ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറവാണ്. എന്താ പറയുക, നേരിട്ട് കാണുമ്പോൾ നല്ല അത്രയും നല്ല കളർഫുള്ളാണ്. സോറി, ചെടികളല്ല, ചട്ടികൾ എല്ലാം അടിപൊളിയാണ് കേട്ടോ. എന്താ പറയുക, ചട്ടിക്കും ചെടിക്കും ഒക്കെ നല്ല വില കുറവുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കൊക്കെ കണ്ണൂരുള്ള ഭാഗത്തുള്ള ആർക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിയാൽ മതി. അപ്പോൾ ഞാൻ ഇതും കൂടി ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇവർ മണ്ണ് നിറച്ച് വളയിലിട്ട് പിന്നെ ചെടിയൊക്കെ നമുക്ക് ഏതാ വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുത്താൽ അത് അവരവിടെ സെറ്റാക്കി വെക്കും. പിന്നെ നമ്മൾ പോയി വാങ്ങിയാൽ മതി കേട്ടോ. അപ്പം എനിക്ക് പിന്നെ എൻ്റെ ആമയല്ലേ, അപ്പോൾ ഇനി വന്നിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ എല്ലാം സെറ്റാക്കി വെക്കാൻ പറ്റുന്നുണ്ട്. നല്ല വില കുറവാണ് കേട്ടോ ചട്ടിക്ക്. ഞാൻ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എല്ലാം എനിക്ക് കുറച്ച് നല്ല റേറ്റ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ നല്ല വില കുറവുണ്ട്. അതുതന്നെയാണ്, വില കുറവുള്ളതുകൊണ്ട് തന്നെയാണ് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് വാങ്ങുന്നത്. പല തരത്തിലുള്ളതും ഒക്കെ ഉണ്ട്.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചെടീൻ്റെ പേരൊന്നും അറിയില്ല. പിന്നെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഇതിന് വളം ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം എല്ലാം ഒഴിച്ച് കൊടുക്കുമ്പോൾ പിന്നെ ഇവരുമായിട്ട് പരിചയപ്പെടുമല്ലോ, അതായത് ചെടികളുമായിട്ട് പരിചയപ്പെടുമല്ലോ എന്ന്. അപ്പം അതിൻ്റെ ചെടീൻ്റെ പേരൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെയല്ലേ നമ്മൾ പഠിക്കലല്ലേ. പിന്നെ ഇത് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയാണ്. അതിന് ഏകദേശം എത്രയാ റേറ്റ്? 100 രൂപ അങ്ങനെയായിട്ടാണ് തോന്നേ. അപ്പോൾ ഇതിന് 40 രൂപയേ ഉള്ളൂ. കണ്ടോ, വില നല്ല കുറവാണ്. ഇത് നമ്മൾ ഇങ്ങനെ തൂക്കിയിട്ട് പുറത്തെല്ലാം വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനൊരു 5-6 ചെടി ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ മൺചട്ടി ഇല്ലേ നമ്മളെ എന്താ പറയുക, ആ ചട്ടി അതിന് എത്രയാണ്? ഏകദേശം നല്ല വില കുറവുണ്ട്. നല്ല വലിയ ചട്ടിക്ക് തന്നെ ഏകദേശം ഒരു 60-70 അങ്ങനെയായിട്ടാണ് തോന്നി. എനിക്ക് ശരിക്കും വില അറിയില്ല. പിന്നെ എല്ലാ തരം വളം ഉണ്ട്. ഇവിടെ തന്നെയാണ് ഒരുപാട് ആൾക്കാരൊക്കെ വളവും ചെടികളൊക്കെ കൊണ്ടുപോകുന്നത്. വാങ്ങിച്ചിട്ട് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. മാഷാ അല്ലാ മാഷാ അല്ലാ മാഷാ അല്ലാ, നല്ല മഞ്ചി തന്നെ മുമ്പോട്ട് പോവട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ചെടികളൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, കണ്ണൂരുള്ള ഭാഗത്തുള്ളവരോടാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് പറയണ്ടല്ലോ, എന്തായാലും ചെയ്യില്ലേ. പിന്നെ എന്താ പറയുക, ഓക്കെ, ബൈ ബൈ.